റിയൽ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ എന്തിനാണ് പിന്നെ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് ട്രാവൽ ചെയ്താൽ പോരെ, നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിനാ? അതെ, നമ്മള് മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോൾ ഔദാര്യം തന്നെയാണ് ബേസിക്കലി, അല്ലെ? നമ്മള് വേറെ ആളുടെ അടുത്ത് പോയി സൗജന്യമായി താമസിക്കുമ്പോൾ അതൊരു ഔദാര്യം തന്നെയാണ്. വി ഹാവ് ടു ഗിവ് സംതിങ് ബാക്ക് ടു ദം, അല്ലെ? നമ്മൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു നൽകണം. പിന്നെ എന്നാണോ ചെയ്യാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ അരുണിമ വിഷയം, ജോർജ് ഏട്ടനുമായിട്ടുള്ള പ്രശ്നം, അതിന് അരുണിമ ഇതുവരെ ഒരു എക്സ്പ്ലനേഷനും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇട്ടില്ല. പക്ഷേ പുള്ളിക്കാരത്തി മറ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. അപ്പോൾ അവർക്ക് ചിലപ്പം താല്പര്യം ഉണ്ടാവത്തില്ല ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ, നമുക്കതിനെ റെസ്പെക്ട് ചെയ്യാം. പക്ഷേ എല്ലാവരും എല്ലാ കമൻറ്റ് ബോക്സുകളിലും കാണുന്ന ഒരു കാര്യമാണ് അരുണിമ ഇതിനെക്കുറിച്ചൊരു കാര്യം പറയും, എക്സ്പ്ലനേഷൻ പറയൂ എന്നുള്ളത്. പക്ഷേ അത് കാണുന്നില്ല, പോട്ടെ. പക്ഷേ ഇവിടെ നമ്മുടെ ടെക് ട്രാവലീറ്റ് സുജിത് ഭക്തൻ, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇത് നമുക്ക് അറിയാം, ഇപ്പോൾ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് തന്നെ മോസ്റ്റ് സീനിയർ യൂട്യൂബർ. എനിക്കറിയാം, പണ്ട് പുള്ളിക്കാരൻ കുറേ കാലമായി പുള്ളിക്കാരൻ ഈ മേഖലയിലുണ്ട്. അന്ന് മുതലേ ഈ പറഞ്ഞ കണക്കിന് എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ളൊരു നമ്മുടെ ഒരു ലെജൻഡായിട്ടുള്ളൊരു പുള്ളിക്കാരനുണ്ട്. അതിനുശേഷം നമ്മളെ യൂട്യൂബർ കമ്മ്യൂണിറ്റിക്കിടയിൽ അത്രയും ട്രാവൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തി, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളന്ന് സീരിയസ്ലി എക്കോ സ്പോട്ട്, അദ്ദേഹത്തിൻ്റെ ആ വണ്ടിയിൽ തുടക്കം മുതൽ അങ്ങ് അവസാനം വരെയുള്ള കാര്യങ്ങൾ, ഹാരിസിക്ക അല്ലേ, മറ്റേ പുള്ളിക്കാരൻ എബിൻ അല്ലേ, എലിബിനോ പേര് പറഞ്ഞു, ഓക്കെ, അവരൊക്കെ ചേർന്നുള്ള യാത്രയ്ക്ക് എന്ത് രസമായിരുന്നു, ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു ട്രാവലായിരുന്നു അദ്ദേഹത്തിൻ്റെ. സോ അദ്ദേഹം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സുജിത് ഭക്തൻ ഈ കാര്യത്തിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആക്ച്വലി ഡയറക്റ്റായിട്ട് അരുണിമയുടെ പേരോ മറ്റുള്ള കാര്യങ്ങളൊന്നും പുള്ളി പറയുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ, പോയിന്റുകളുണ്ടല്ലോ, അയാളുടെ ട്രാവൽ വ്ളോഗറൊക്കെ ആയതുകൊണ്ട് തന്നെ വ്യക്തം, ക്രിസ്റ്റൽ ക്ലിയർ, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നമുക്കിവിടെ നോക്കാം. പുള്ളി പറയുന്നത് കേൾക്കണം. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ട്രാവൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപകാരപ്പെട്ടേക്കാം. അത്ര നല്ലൊരു വീഡിയോ ആണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. ഞാനൊരിക്കലും എന്താ പറയാ, എന്തെങ്കിലും പൈസ ഇല്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ് നടന്നിട്ടില്ല. ദൈവം സഹായിച്ച് അങ്ങനെ ഒന്നും നമ്മളെ ആരെങ്കിലും ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഈ കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിന്റെ രീതികൾ പരമാവധി പിന്തുടരാൻ ശ്രമിക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവർ നമ്മളെ സ്നേഹത്തോടെ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അതിനെ ദുരുപയോഗം ചെയ്യാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവിടെ താമസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും സത്യമല്ലേ. ഇപ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് കാണുന്ന പല ആൾക്കാരുടെയും എവിടെയെങ്കിലൊക്കെ ഒരു സ്ഥലത്തേക്ക് ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ ശരത്തെ വരൂ, മൂപ്പാല വരൂ, നമുക്ക് ഇവിടെ ഒന്ന് ഒരു വരൂ, വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരി വന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവസാനം ഞാനൊരു തോന്നിയവാസം പോലത്തെ പല പരിപാടികളോടെ കാണിക്കുകയും അവസാനം നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാനൊരു എന്താണ് നിങ്ങൾ എന്നെക്കുറിച്ച് കണ്ടത്, വീഡിയോയിൽ കണ്ടത്, അതിൻ്റെ അപ്പുറത്താണ് ഞാനെന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. ശരിയല്ലേ? ആ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഞാനാണ്. ഞാൻ പോകുന്ന വീട്ടിൽ മര്യാദയ്ക്ക് പെരുമാറുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്നുള്ള കാര്യം ചെയ്യേണ്ടത് ഞാനാണ്. എനിക്ക് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും, സ്വഭാവങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരിടത്തിൽ നമ്മളത് കാണിക്കാതിരിക്കുക എന്നുള്ള കാര്യം എൻ്റെ ക്വാളിറ്റി ആയിരിക്കണം ഞാനത് പ്രകടിപ്പിക്കേണ്ടത്. സോ നമുക്ക് എല്ലാവർക്കും കുഴപ്പങ്ങളൊക്കെ ഉള്ളവർ തന്നെ ആയിരിക്കും. എന്നുകൊണ്ട് നമ്മളത് കാണിക്കേണ്ട സ്ഥലങ്ങളിൽ കാണിക്കണം. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ബേസിക് മാനേഴ്സാണത്. ഞാൻ ചെയ്തു പോകുന്ന ഒരു കാര്യം. പല ആൾക്കാരും എത്തരത്തിലാണ്, ഏത് രീതിയിലാണ് എന്ന് എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിന്റെ ഒരു കോൺട്രവേഴ്സി വീഡിയോസ് ഞാനും കാണാനിടയുണ്ടായി. കുറെ ആളുകൾ അതിനെ റിയാക്ട് ചെയ്തും അല്ലാതെയും ഒക്കെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. അതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റി പറയാനുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. ഞാൻ എന്റെ ഈ ഒരു കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്കകത്തുനിന്നുള്ള ഈ ഒരു പുള്ളിക്കാരത്തി മാത്രമല്ല, ഒരുപാട് പേര് ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ സ്ഥിരം ഉപയോഗിക്കുന്ന കാര്യമാണ്. അത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് മാത്രമല്ല, അല്ലാത്ത ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ, അവർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ അവരുടെ വീടിൻ്റെ സ്പേസിൽ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ സ്പേസോ എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്ഥലം, ആർക്കെങ്കിലും ഒരു ബെഡ് സ്പേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അവർക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചധികം ദിവസം സ്റ്റേ ചെയ്യാനോ ഒക്കെ ഉള്ള കൊടുക്കുന്ന ഒരു ഓൺലൈൻ ഒരു സംഭവം, ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഇതിനെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. അത് ആർക്കും ഉപകാരപ്പെടുത്താം. പക്ഷേ അതിനകത്ത് ചെയ്യേണ്ട ചില പ്രാഥമിക കാര്യങ്ങളും കൂടെ പുള്ളി പറയുന്നുണ്ട്. വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കൗച്ച് സർഫിംഗ് കമ്മ്യൂണിറ്റി. ഇത് മിസ്യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ യാത്രകൾക്കിടയിൽ ഞാൻ ധാരാളം ട്രാവലേഴ്സിനെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ എൻ്റെ കൂടെ കുറച്ച് ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ നമ്മുടെ കൂടെ കൂടിയുണ്ടല്ലോ, അവർ ഇത്തിൽ കണ്ണി പോലെ അങ്ങ് പിടിച്ചും കയറും. അതായത് നമ്മൾ ചിലപ്പോൾ അവരെ ഒരു ദിവസം നമ്മുടെ റൂമിൽ താമസിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് 1-2 നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇവര് കണ്ട ഭാവമേ നടിക്കാതെ മാറി നിൽക്കും. എൻ്റെ സ്നേഹത്തിന് ഞാൻ ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു, പക്ഷേ നീ എപ്പോഴും ഞാൻ വാങ്ങിച്ചു തരുന്ന കാത്തിരിക്കട്ടെ, നിനക്കും കൊടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ഷെയർ ചെയ്യാം, നിന്റെ വിഹിതം പറയാം, അല്ലെങ്കിൽ നിന്റെ ഓഫർ പറയാം, ഞാൻ എപ്പോഴും നിനക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരാളെ അങ്ങ് പിടിയുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള. മനസ്സിലായല്ലോ? അത് ഓരോ വ്യക്തികളെയും നമ്മൾ ഇതുപോലെ അക്കോമഡേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ പിന്നെ തലവേദന ആവുന്നൊരു കാര്യവും, അതുപോലെ തന്നെ ഇത്തൽ കണ്ണിനായിട്ട് മാറി കൂടെ തന്നെ നടന്ന്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം സീരിയസ്ലി ഞാൻ ചോദിക്കട്ടെ, ഈ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ചെയ്യുന്ന ഞാൻ
ഈ യൂട്യൂബിൻ്റെ അകത്ത് വളരെ സാമൂഹിക പ്രവർത്തനവും പരിവർത്തനവും നടത്താനാണെങ്കിൽ ഈ ഒരു മോണിറ്റൈസേഷൻ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്തൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതും അറിയാം. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ പരിണിമ ആയിക്കോട്ടെ, മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, ഈ ഹിച്ച് ഹൈക്കിംഗ് പരിപാടി ചെയ്യുന്നവരായിക്കോട്ടെ, ഇവർക്കെല്ലാം യൂട്യൂബിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ റവന്യൂ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ പ്രൊമോഷനിലൊക്കെ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള പൈസയും കിട്ടും. അപ്പം നല്ലൊരു രീതിയിലുള്ള പൈസ ഇവർ ഓൾറെഡി ഏൺ ചെയ്യും. അതിനുശേഷം മറ്റുള്ളവരെ നിങ്ങൾ തന്നെ അവിടെ കൊണ്ടുപോകുമോ? നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന കാര്യങ്ങൾ കണ്ടില്ലേ, ഓരോ സ്ഥലങ്ങളിലേക്കും വിളിക്കുന്നു, അവിടെ പോകുന്നു, അവരുടെ സൈഡിൽ നിന്നുള്ള ചിലവ് അവരാണ് നോക്കുന്നത്. അപ്പം മൊത്തം അങ്ങനെ പല ആൾക്കാരും ആണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തു പോകേണ്ട കാര്യമില്ല, അവർക്ക് അതിനുള്ള പൈസ കിട്ടുന്നുണ്ട്. ട്രാവൽ ഒരു പാഷനാണെങ്കിൽ ആ ഒരു പാഷൻ മാത്രമായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ സീരിയസ്ലി അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ പൈസ കിട്ടും. ആ പൈസ കൊണ്ട് അവർക്ക് അത് ചെയ്യാം. അപ്പോൾ അതർവൈസ് ബാക്കി ശരിക്കും പറഞ്ഞാൽ മറ്റൊരു മിസ്യൂസ് ചെയ്യുന്ന പരിപാടി തന്നെയാണ്, അല്ലാതെ പറയാൻ നിവൃത്തിയില്ല. ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ പുറത്ത് എപ്പോഴും ഒരാൾ ചെയ്തു എന്ന് വരത്തില്ല, മനസ്സിലായില്ലേ? നമ്മുടെ രീതി അല്ല മറ്റുള്ള ആളുകളുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുവാണെങ്കിലോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇതാക്കുവാണെങ്കിലോ അവരെ പൂർണ്ണമായിട്ട് പിഴിയാതെ കണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, അവർ ഗിഫ്റ്റ് കൊടുക്കാം. ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ നമ്മളെ സഹിക്കുമായിരിക്കും. പക്ഷേ അതിൽ കൂടുതൽ ദിവസങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പല കമ്മ്യൂണിറ്റിയിൽ പെട്ട പല ആളുകളും ഒരാളെ അധികം ദിവസം ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ്. കൗച്ച് സർഫിംഗ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ പോയിട്ട് കൗച്ച് സർഫിംഗ് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ചില സമയത്തേക്ക് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ കൗച്ച് സർഫിംഗ് വളരെ കുറച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യയിലൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൗച്ച് സർഫിംഗിൽ തന്നെ നമുക്ക് മറ്റ് ഇന്ത്യക്കാരെയും, അതായത് നമ്മുടെ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ നമുക്കുള്ളൂ. നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോൾ ഔദാര്യം തന്നെയാണ് ബേസിക്കലി, അല്ലെ? നമ്മൾ വേറെ ആളുടെ അടുത്ത് പോയി സൗജന്യമായി താമസിക്കുമ്പോൾ അതൊരു ഔദാര്യം തന്നെയാണ്. വി ഹാവ് ടു ഗിവ് സംതിങ് ബാക്ക് ടു ദം, അല്ലെ? നമ്മൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു നൽകണം. ഔദാര്യം തന്നെയാണടേ, അത് അടിവരയിട്ട് പുള്ളി പറഞ്ഞ വാക്ക് തന്നെയാണ് സംഭവം. നമ്മളെ ഒരാൾ അവരുടെ പ്രമേസസിനകത്ത് കൊണ്ടുപോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് നമ്മളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കാണിച്ച് എല്ലാം നമുക്ക് ചെയ്തു തരുന്നെങ്കിൽ ദാറ്റ്സ് ഔദാര്യം തന്നെയാണ്. അവരത് പറഞ്ഞില്ല എങ്കിലും അതൊരു ഔദാര്യമായിട്ട് നമ്മൾ കാണണം. കാരണം നമുക്കൊരു ചിലവ് കൂടെ വരുന്നില്ല, നമ്മളെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവർ തരുന്ന എല്ലാ ഫേവറും അവരുടെ ഔദാര്യം തന്നെയാണ്. അവർക്ക് നോ എന്നുള്ളൊരു കാര്യം പറയുന്നില്ല, അവർ നമുക്ക് പരമാവധി തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതൊരു ഔദാര്യം അല്ലാതെ പിന്നെന്താ? ആ ഔദാര്യം നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അവർ തരുന്ന എല്ലാ ഹെൽപ്പും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളൊരു മിനിമം ചെയ്യാത്തൊരു കാര്യം അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. ഒരുപാട് തിരിച്ചൊന്നും ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഒന്നും ചെയ്ത് കൊടുക്കണ്ട. വീട്ടിലെ പാത്രം കൈ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരോട് പാട്ടുപാടി കൊടുക്കുകയോ ഒന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് അവരോട് ആ ഒരു സംഭവത്തിന് ഒരു റെസ്പെക്റ്റ്, ഒരു നന്ദി കാണിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം മിനിമം ചെയ്താൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒന്നുകിൽ സ്നേഹമായിട്ടോ, ചില ആൾക്കാർ താമസിക്കുന്ന ആളുടെ വീട് വൃത്തിയാക്കി കൊടുക്കും, ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും ഇൻ റിട്ടേൺ ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അവർക്കും കൂടെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, യൂട്യൂബേഴ്സിനെ ഹോസ്റ്റ് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ എനിക്ക്. കാരണം അങ്ങനെ ഒരാൾ ആ യൂട്യൂബറിനെ ഹോസ്റ്റ് ചെയ്തിട്ട് ആ യൂട്യൂബറിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നാണ് യൂട്യൂബർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് യൂട്യൂബർ അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ്. ശരിക്കും അത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലും നാണം കെടുത്തിയ ഒരു പരിപാടിയായിപ്പോയി സത്യം തന്നെ. എൻ്റെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം എത്രയോ പേര് കോൺടാക്ട് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ്. പിന്നെ ഇദ്ദേഹം ഈ ഒരു മേഖലയിൽ തന്നെ നമ്മുടെ മലയാള യൂട്യൂബർ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞ് ചെയ്യാൻ കാരണം. അല്ലെങ്കിൽ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എടുത്ത് ചുമ്മാ എടുത്ത് തലക്കാം. വേണ്ട ഇനിയിപ്പോൾ കാരണം അവരിത് മിണ്ടത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പായിട്ടുള്ളൂ. ആരും മിണ്ടത്തില്ല. ഇനി അത് ഇനിയിപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളികൾ മണ്ടന്മാരോ ഇതൊന്നും ആരുമല്ല, അവരാരും ഇതൊന്നും അല്ലെങ്കിൽ തെളിവുകൾ അടക്കം ഒരു പറയട്ടെ. സോ എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ. ഇതൊരു നാണക്കെട്ട പരിപാടിയായി പോയി. യൂട്യൂബർ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും മറ്റുള്ള യൂട്യൂബേഴ്സിന് ഇത് കറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യും. അവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി ആരുടെയും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചെയ്തു കൊടുക്കത്തില്ല. ആ ഒരു തരത്തിലേക്ക് പോവും ഈ കാര്യം, പോയി എന്നുള്ളതാണ് സത്യം. അത് അത്യധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ അല്ല എന്ന് കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകൾ. ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പോക്കറ്റിൻ്റെ കനവും എൻ്റെ കംഫർട്ടും അനുസരിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എനിക്ക് ഒരു റൂം എടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ റൂം എടുക്കാനുള്ള സാമ്പത്തികം എനിക്കുണ്ട്. റിയൽ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പോയിന്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, പുള്ളി പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ പോയിന്റ്. റിയൽ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് ട്രാവൽ ചെയ്താൽ പോരെ, നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിനാ? യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം യൂട്യൂബേഴ്സ് തന്നെയാണ്. ട്രാവലിംഗ് പാഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ ട്രാവലിംഗ് പാഷൻ ഉണ്ടായാൽ മാത്രം യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിനോ എന്റെ യാത്രകളിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് ആ യാത്ര പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് പറ്റില്ല. കാരണം എന്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് യൂട്യൂബിന്റെ വീഡിയോ ഉണ്ടാക്കാനും അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനും അതിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നതിനും എങ്ങനെ വീഡിയോസ് അട്രാക്റ്റീവ് ആക്കാം എന്നുള്ള ചിന്തകളും മറ്റുമൊക്കെ ആയിരിക്കും. ഓഫ് കോഴ്സ് ഞാനൊരു യാത്രികനാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും ഞാനൊരു യഥാർത്ഥ യാത്രികൻ എന്ന് എനിക്ക് പറയാൻ
പറയാൻ പറ്റില്ല. ഞാനൊരു യൂട്യൂബറാണ്, ഒരു ട്രാവൽ വ്ളോഗറാണ്, അല്ലെങ്കിൽ ട്രാവൽ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാവൽ യൂട്യൂബറാണ്. എനിക്ക് യാത്രകൾ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റി. നിങ്ങൾ അത്ര റിയൽ പാഷനേറ്റ് ട്രാവലർ ആണ് എന്ന് നിങ്ങൾ സ്വയം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ എന്തിനാ ചെയ്യുന്നത്? നിങ്ങൾക്ക് ട്രാവൽ ചെയ്താൽ പോരെ? അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇതല്ലേ പോയിന്റ്. ഒരു റിയൽ ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ വലിയ ട്രാവലറാണ്, മറ്റാണ് മറിച്ചാണ്. അത് ആ ഒരു സാധനത്തിന് ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരിടത്ത് അപ്ലോഡ് ചെയ്യപ്പെടുകയും ആ ഒരു വീഡിയോ ആൾക്കാർ കാണണമെന്ന് ആഗ്രഹിക്കുക, അതിൽ നിന്ന് വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ മണി, മേക്കിംഗ് മണി എന്നുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ട് വലിയ പാഷൻ്റെ കഥ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനകത്ത് മണി മേക്കിംഗ് കൊണ്ട് ഓക്കെ, അത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. അവരുടെ പാഷൻ അതിലൂടെ വരുമാനം കിട്ടുവാണെങ്കിൽ ഒരു തെറ്റേ അല്ല, ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. ബട്ട് അതൊരു സംഭവം, അത് കിട്ടുമ്പോൾ ആ ഒരു പൈസ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യ തുടക്കത്തിൽ നമുക്കിപ്പം ആൾക്കാരുടെ സഹായം ആവശ്യപ്പെടാം. പിന്നെ നമുക്ക് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും നമുക്ക് കൈ പിടിച്ച് നടത്തണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കുട്ടിക്കാലത്ത് നമ്മൾ ആദ്യം പതിയെ വീണ് എണീക്കും, ശരിയാണ്, വീഴ്ചകളുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ആരുടെയും ഹെൽപ്പ് വേണം എണീറ്റ് നിൽക്കാൻ. സോ നമ്മൾ എണീറ്റ് നിന്നതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് തെറ്റാണല്ലോ. വീഡിയോ ചെയ്ത് വരുമാനം കിട്ടുക വേണം, അതൊട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നാളൊക്കെ ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് യൂട്യൂബിൽ നിന്നും അത്യാവശ്യം നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതിയിലധികം ഞാൻ അടുത്ത വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ. ഇത് പുള്ളിയുടെ മുൻകാല വീഡിയോസ് കണ്ടതിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പുള്ളിക്കാരൻ സ്റ്റുഡിയോ റെഡിയാക്കിയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ വണ്ടി അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ പുതിയ നമ്മുടെ ഐഫോൺ, ആപ്പിളിൻ്റെ കുറേ ഇക്കോസിസ്റ്റം, പല സാധനങ്ങൾ, ഗാഡ്ഗറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ, ക്യാമറ, മറ്റുള്ള പല കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത എല്ലാ വീഡിയോസും ഞാൻ പലതും കണ്ടിട്ടുണ്ട്. സോ അത്രയും പൈസ നല്ല രീതിയിൽ പുള്ളി സ്പെൻഡ് ചെയ്ത്, അഥവാ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൻ്റെ നല്ലൊരു ശതമാനം അടുത്ത യാത്രകൾക്ക് വേണ്ടിയിട്ടും കൂടുതൽ വീഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ പുള്ളി ചെയ്യുന്ന കാര്യം നമ്മൾ പല അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫോളോവർ ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി അധികം കാണാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പോകുന്ന രാജ്യങ്ങളുടെ സംഭവങ്ങളുടെ ആ ഒരു താല്പര്യമില്ലായ്മ കൊണ്ടാണ്. പക്ഷേ ബാക്കി അദ്ദേഹത്തിൻ്റെ പഴയകാല വീഡിയോസ്, മറ്റേ തൃശ്ശൂരുള്ള ഒരു ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ്റെ പേരൊക്കെ ഞാൻ മറന്നില്ല, കൊമ്പമീശക്കാരൻ, ആളുടെ കൂടെ ഒരു വലിയ റിസോർട്ടിലൊക്കെ പോയി അവിടെ ട്രക്കിംഗ് ഒക്കെ നടത്തുകയും ആ ഒരു വൈബ്, ഒരു സംഭവം, പുള്ളി പേര് മറന്നുപോയി, എനിവേ അതൊക്കെ ഒരു രസമായിരുന്നു. സുജിത് ഭക്തൻ്റെ കുറേയധികം വീഡിയോസിൻ്റെ ഒരു സീരീസ് ഉണ്ട്. അത് പറ്റുവാണെങ്കിൽ ആ പഴയ കാലത്ത്, കുറച്ച് കാലത്തിന് മുമ്പ്, ഒരു രണ്ട് വർഷത്തിനൊക്കെ മുമ്പുള്ള വീഡിയോ, അത് ഹാരിസ് അമീർ അലിയൊക്കെ ഉള്ള സമയത്തുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിപ്പോൾ കണ്ടാലും അത് നമുക്ക് നോസ്റ്റാൾജി അടിക്കും. കാരണം ഞാനത് തുടക്കം മുതലേ കണ്ട ഒരാളാണ്. സോ അമ്മാതിരി വീഡിയോ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടാണെങ്കിലും, ആ ഒരു സാധനത്തിൻ്റെ ഇത് സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നറേഷൻ പാർട്ടാണെങ്കിലും ഒരു രസമാണ് കണ്ടോണ്ടിരിക്കുക. ഒരു എബിൻ എന്തുവാണ് പുള്ളിയുടെ പേര് തലയിൽ വരുന്നുമില്ല, ഒരു വസ്തുതയാണ്. ഞാൻ ആക്ച്വലി കൈൻഡ് ഓഫ് സ്പെൻഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. ഞാനൊരിക്കലും എന്താ പറയാ, എൻ്റെ പൈസ ഇല്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ് നടന്നിട്ടില്ല, ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും. ഓക്കെ, സ്പെൻഡ് ചെയ്യുന്ന വരുമാനം ഉണ്ടാക്കുന്നത്, കിട്ടുന്ന പൈസയിൽ നല്ലൊരു ശതമാനം സ്പെൻഡ് ചെയ്യുന്ന വരുമാനം ഉണ്ട്. അല്ലാതെ കിട്ടുന്ന പൈസ പോക്കറ്റ് വെച്ചിട്ട് മറ്റൊരുത്തൻ്റെ ചിലവിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് നമ്മുടെ പാഷനാണ് എന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ല. അത് തന്നെ പറയുന്നത്, ദാറ്റ്സ് ഓൾ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിലും എനിക്കാണെങ്കിലും ഈ ഒരു സാധനം മാറ്റി വെച്ചിട്ട് ഈ വീഡിയോ, അഥവാ ഈ ഒരു ഹെഡ്സെറ്റ്, ഈ ഒരു മൈക്ക്, വയർലെസ് മൈക്ക് മാറ്റി വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, എനിക്ക് ഈ ഒരു ഫോൺ മാറ്റി വെച്ചിട്ട് വേറൊരു ഇതിനകത്ത് വീഡിയോ ചെയ്യാം. സോ ക്വാളിറ്റിയിൽ കുറേയധികം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കേൾക്കുന്ന വോയിസ് ആയിരിക്കത്തില്ല കേൾക്കുന്നത്, പല സംഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ചിലപ്പോൾ നമുക്കിപ്പം സാധാരണ ഫ്രീ വെർഷൻ സോഫ്റ്റ്വെയർ കിട്ടും. എന്തുകൊണ്ട് പെയ്ഡ് വെർഷൻ അല്ലെങ്കിൽ പ്രോ വെർഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിക്ക് ബെറ്റർ ആക്കാൻ വേണ്ടി തന്നെയാണ്. സോ പല രീതിയിൽ പല കാര്യങ്ങൾ നിങ്ങളെ ഈ കാണുന്ന പ്രേക്ഷകരെ കാണിക്കാൻ അത്രയും അതിന് വേണ്ടിയിട്ടും അവർ മെനക്കെട്ട് കാണുന്നത് കൊണ്ട് അവർക്ക് പരമാവധി നല്ല കോണ്ടന്റ്, നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണം എന്നുള്ളൊരു സംഭവം നമ്മളപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം. നമുക്ക് കിട്ടുന്ന വരുമാനമല്ലേ, അതിൽ നിന്ന് കുറച്ച് സ്പെൻഡ് ചെയ്ത് നമുക്കല്ലേ അതിന് ബെനിഫിറ്റ് വരുന്ന കാണുന്ന ആൾക്കാർക്കും കുറച്ചുകൂടെ ബെറ്റർ ആവും. അല്ല നമുക്കിപ്പം കിട്ടുന്നതല്ല നമ്മൾ ഒരിടത്ത് ഒതുക്കി വയ്ക്കുകയും പിന്നെ നമുക്ക് ബാക്കിയുള്ളവരെ വീണ്ടും ഓസി അടിച്ച് നടക്കുന്ന പരിപാടി അത്ര നല്ലതല്ലേ, അല്ല. നടക്കേണ്ടി വന്നിട്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കുറേ കാണുന്ന മാപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് തീർക്കണം എന്നുള്ളതാണ് എൻ്റെയും ഒരു ആഗ്രഹം. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ന് പൈസ ഉള്ളതുകൊണ്ട് റൂം എടുത്ത് താമസിക്കുന്നു, നാളെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഈ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യാൻ തന്നെ ശ്രമിക്കും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം ഏത് രീതിയിലും പറ്റുകയാണെങ്കിൽ ആ ആളോട് എന്തെന്നും ഒരു കൂറുള്ളവനായിട്ട് ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു നല്ല വ്യക്തിയുടെ മനസ്സിൽ പറയേണ്ട ഒരു കാര്യം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞ നിർത്തിയുണ്ടല്ലോ, ഒരു കൂറ് വേണം. നമ്മളെ സഹായിച്ചിരുന്നതിനോട് നമ്മൾ ഒരു ചെറിയൊരു കൂറ് പുലർത്തണം എന്നുള്ളൊരു കാര്യമാണ്. അയാളുടെ അടിമയാവണമെന്നോ അയാൾ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണമെന്നൊന്നും അല്ല. ഒരു ചിരി കൊണ്ടാണെങ്കിലും, ഇപ്പോൾ എനിക്കൊരു ചായ വാങ്ങിച്ചിരുന്ന ഒരാളാണെങ്കിലും ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ട ഞാൻ അറിയാതെ ഞാനൊരു അവരോട് ആ ഒരു സ്നേഹം എനിക്കുണ്ടാവും. ചായ വാങ്ങി തന്നിട്ടില്ലെങ്കിൽ എനിക്ക് പരിചയം ഉണ്ടായിരുന്നാൽ പോലും എന്നെ കാണുന്നവർക്കൊക്കെ അറിയാം. എനിക്കാണെങ്കിൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തുവാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്. സോ കാരണം എനിക്ക് അവരുടെ സ്നേഹം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ള പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. അത് പരമാവധി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ എനിക്ക് ആൾക്കാരെ കണ്ടിട്ട് ഇപ്പം ചെറിയ പരിചയമുള്ളതാണെങ്കിൽ പോലും എനിക്ക് എന്നെ കണ്ടിട്ടുള്ളവരുണ്ടോ, വളരെ കുറച്ച് പേരാണ് കണ്ടിട്ടുണ്ടാവുക. അവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ള കാര്യം. എനിക്ക് ഭയങ്കര ഞാൻ വളരെ
ഭയങ്കര കമ്പനിയായിട്ട് പെട്ടെന്ന് അവരടുത്ത് മിണ്ടാൻ ശ്രമിക്കും. കാരണം അവർ ഇപ്പോൾ ചില ആൾക്കാരെ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഭയങ്കര ഒരു വലിയ പ്രൗഡ് മൊമെൻ്റ് അത് അവർ വന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. അപ്പോൾ അവർ കണ്ടിട്ടൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഓരോ ആൾക്കാർ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ കുറച്ചെങ്കിലും വളരെ ചെറിയ രീതിയിലെങ്കിലും കുറച്ച് പേരുടെ മുമ്പിലേക്ക് ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ എന്നെ ഇങ്ങനെ ഉയർത്തി വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ എവിടെ പോയി നിൽക്കും? എനിക്ക് ഒരിടത്തെത്താൻ പറ്റില്ല. എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് യൂട്യൂബേഴ്സ് യൂട്യൂബിൻ്റെ അകത്തൊരു ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി എത്രയും മാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യങ്ങൾ കിട്ടുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ആ സംഭവം എത്തിച്ചിട്ടുള്ള വ്യൂവേഴ്സിനോട് നന്ദി പറയണം, ആ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി പറയുന്നു. നമ്മളെ സഹായിച്ച ഒരു കൈകളെയും നമ്മൾ മറക്കാതിരിക്കണം എന്നുള്ളതാണ്. സോ അത്രയേ ഉള്ളൂ. സ്വന്തം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.